സർക്കാരിനെ വിവാദത്തിലാക്കി അടുത്ത വെളിപ്പെടുത്തൽ. സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ കൊടും കുറ്റവാളികളെന്ന് ആരോപണം. അപ്പം നമ്മൾ വിചാരിക്കും ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷത്തു നിന്നായിരിക്കുന്നു. നെഹി, അവിടെയാണ് ട്വിസ്റ്റ്. ഭരണപക്ഷത്തുള്ള MLA ആണ് ആഭ്യന്തര വകുപ്പിനെതിരെയും കേരള പോലീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആരാണ് ആ സിംഗക്കുട്ടി? സാക്ഷാൽ PV അൻവർ MLA. അപ്പൊ എങ്ങനെയാ ആരംഭിക്കലാമാ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചെന്ന ആരോപണം ഒരു വശത്ത്, ഇടതുപക്ഷ MLA-മാർക്കെതിരായ ലൈംഗികാതിക്രമ ആരോപണം മറ്റു വശത്ത്, ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ആരോപണത്തിലെ LDF കൺവീനർ സ്ഥാനത്തുനിന്ന് EP ജയരാജനെ തൂക്കിയെറിഞ്ഞതിന്റെ തലവേദന വേറൊരു വശത്ത്. ഈ കാലവും കടന്നു പോകുമെന്ന് ആലോചിച്ച് മുഖ്യമന്ത്രിയും ടീമും നടുനിവർത്താൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്നൊരു അവതാരം കുറെ വെളിപ്പെടുത്തലുമായി പൊട്ടി അവതരിക്കുന്നത്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു. ഈ നാടിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെന്റ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ, സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ, സർക്കാരിനെ, എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എൻ്റെ മുമ്പിലില്ലാത്തതുകൊണ്ടാണ് ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത്. എന്താണ് ഈ പറയണത്? നമുക്ക് കേട്ടത് തെറ്റിപ്പോയതൊന്നല്ലല്ലോ അല്ലേ? മുഖ്യമന്ത്രി ഭരിക്കണ ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെയല്ലേ അൻവറേട്ടൻ ഈ ആഞ്ഞടിച്ചത്? അതും പറഞ്ഞത് എന്താണ്? സംസ്ഥാന പോലീസ് മേധാവി ADGP MR അജിത് കുമാറിന്റെ റോൾ മോഡല് തീവ്രവാദി ദാവൂദ് ഇബ്രാഹിം ആണെന്ന്. പൊതുവിൽ പോലീസിന്റെ ഇടപെടൽ ജനങ്ങൾക്ക് നല്ല വിശ്വാസം പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നത് പൊതുവെ ഉൾക്കൊണ്ടു പോകേണ്ടതാണ്. എന്റെ CMA പോലീസിനെ പൊക്കി പറയണ സീനൊക്കെ കഴിഞ്ഞിട്ടാ. ഇനി മൊത്തം ടെറർ സീനാണ്. ട്രാക്ക് മാറ്റ്. പോലീസ് സീനിൽ മൊത്തം കൊല്ലലും കൊലവിളിയൊക്കെ ആണെന്നാണ് നിങ്ങളുടെ കൂടെയുള്ളവരെന്നെ പറയണത്. ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം താങ്ങാനുള്ള കരുത്ത് ഞങ്ങളുടെ ഇരട്ടച്ചങ്ങനെ കൊടുത്തേക്കണേ. ADGP ടീമും ഇത്ര വലിയ ക്രിമിനലുകളാണെന്ന് ഇത്ര കാലമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റിയില്ലല്ലോ. പാവം ഞങ്ങളുടെ അൻവറേട്ടൻ തന്നെ വേണ്ടി വന്നില്ലേ അതൊന്ന് പറഞ്ഞുതരാനായിട്ട്? CPM-ന്റെ യൂണിഫോംഡ് ആയിട്ടുള്ള കൊട്ടേഷൻ സംഘമായി കേരളത്തിലെ പോലീസ് വകുപ്പിനെ ADGP, ആ കൊട്ടേഷൻ സംഘം തലവൻ, അതായത് കൊടിസുനിയെ പോലെയാണ് കൊടി അജിത് കുമാർ. കൊടിസുനി CPM-ന് വേണ്ടി എങ്ങനെയാണോ കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നത്, അതേ രീതിയിൽ കൊടി അജിത് കുമാർ യൂണിഫോം ഇട്ടുകൊണ്ട് കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നു എന്ന് ഭരണപക്ഷത്തെ ഏറ്റവും പ്രമുഖനായ CPM ഏതെല്ലാം വിഷയങ്ങൾ പ്രതിരോധത്തിൽ പോകുന്നു ആ വിഷയങ്ങളിലെല്ലാം CPM-ന് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ പോലും നീചവും നിന്ദ്യവുമായ വാക്കുകളിൽ അധിക്ഷേപിക്കുവാൻ CPM ചുമതലപ്പെടുത്തുന്ന ഒരു ഭരണപക്ഷ MLA തന്നെ പറഞ്ഞത് വളരെ ഗുരുതരമാണ്. ഈ വിഷയത്തിനകത്ത് വളരെ വിശദമായ കോടതി നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പാവമ്മയുടെ കോമ്രേഡ്സ് പരസ്യമായി PV അൻവർ ആഭ്യന്തര വകുപ്പിനെ വലിച്ചു കീറുന്നതിന്റെ ഞെട്ടലിരിക്കുകയാണ് അവര്. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് അൻവറേട്ടൻ ADGP-ക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ പിന്നെ അതിലെന്തോ ഇല്ലേ? എന്നാലും CM-ന്റെ വിശ്വസ്തനായിരുന്ന ADGP-ക്കെതിരെ തന്നെ കൊലപാതക, സ്വർണ്ണക്കടത്ത് ആരോപണം വന്നല്ലോ. എല്ലാം ഭരിക്കണ ആളുടെ വളർത്തുദോഷം എന്നല്ലേ നാട്ടുകാർ പറയുള്ളൂ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം, ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. MR അജിത് കുമാറൊക്കെ ജയിലിലേക്കാ പോണ പ്രിയ സുഹൃത്തുക്കളെ. സുജിത് ദാസ് പോകുന്ന സുജിത് വഴി സെൻട്രൽ ജയിലാണ്. ഒരു തർക്ക കാര്യത്തിലില്ല. കേരള
കേരളത്തിൽ ഇപ്പോ അത്യാവശ്യമായിട്ട് വേണ്ടത് ജയിലുകളുടെ വികസനമാണ്. അല്ല, സിനിമാക്കാരെ കൊണ്ട് തന്നെ ജയിലിലൊക്കെ നിറയ്ക്കാനുള്ള സമയത്ത് ഇനി പോലീസുകാരെ കൂടി എവിടെ കൊണ്ടുപോയിടുന്നേ? പറഞ്ഞത് നിസ്സാര ആരോപണമൊന്നുമല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച പൂർണ്ണമായിട്ട് തകർന്നു എന്നാണ് അത് മനസ്സിലാക്കേണ്ടത്. സമ്പൂർണ്ണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളല്ല, CPM-ന്റെ തന്നെ MLA ആണ്. എന്നാലും വിവാദത്തിന് മേൽ വിവാദത്തിൽ പെട്ടുഴലുന്ന സർക്കാരിന് 8ന്റെ പണി കൊടുക്കാൻ അൻവറേട്ടന് എങ്ങനെ തോന്നി? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ പോരായിരുന്നോ? പൊതുമധ്യത്തിൽ വെച്ച് ആ പാവത്തിന് ഇങ്ങനെ അപമാനിക്കണമായിരുന്നോ? ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെൻറ്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ഗോവിന്ദ മാഷിനെയാണ് ഇവിടെ നോക്കിയിരുന്നിരുന്നത്. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത് പാർട്ടിക്കകത്തെ പവർ ഗ്രൂപ്പ് ആണെന്നോ, ആ പവർ ഗ്രൂപ്പാണ് അൻവറിന്റെ പിന്നിൽ നിന്നൊക്കെ ഒരു നാട്ടുവർത്താനം ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമല്ലേ? ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. ഒരു അഴിമതി ഇല്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേന്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP എവിടെ? കൊടി ഈശ്വരനായ പാവപ്പെട്ട ADGP എവിടെ? നിങ്ങളുടെ ശബ്ദത്തിനായാണ് കേരളം കാതോർക്കണത്. നിങ്ങൾ എല്ലാ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാം. ചോദിക്കാനുള്ള ചോദിച്ചോ. ആഹാ, എത്ര സത്യസന്ധൻ. ഈ പാവത്തിനെതിരെയാണോ ഈ മാതിരി ഗുരുതര ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത്? അപ്പോഴേ സാറേ, PV അൻവർ MLA സാറിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. MLA ആ ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കാണ്. അതിൽ സാറിന് എന്താണ് മറുപടി ഉള്ളത്? വേറെ ഏതെങ്കിലും ചോദ്യമുണ്ടോ? എന്തേ, ചോദ്യം ഇഷ്ടപ്പെട്ടില്ലേ? എന്നാ വ്യക്തിപരമായിട്ടുള്ള ആരോപണത്തെ കുറിച്ച് ചോദിക്കാം. കൊട്ടാരം പോലുള്ള വീട് പണിയുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ശരി, വേറെന്താണ്? ശരി, ഒക്കെ പോട്ടെ. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയായിട്ട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? CM സാറിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്ത് ചോദ്യം ചോദിച്ചാലും നല്ല ചോദ്യം. നെക്സ്റ്റ് എന്ന് പറയണ ADGP. പലതരം പ്രതികളെ ചോദ്യമുനയിൽ നിർത്തിയ കേരളത്തിന്റെ ADGP മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിന്ന് വിയർക്കാണ്. കാലത്തിന്റെ ഒക്കെ ഒരു പോക്കെ. പാവം, സ്വർണ്ണക്കടത്ത് സമയത്ത് പോലും ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല. അല്ല, സ്വർണ്ണക്കടത്ത് പൊക്കാൻ പോണ സമയത്ത് ഇത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉദ്ദേശിച്ചത്. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ അടി പിടി വെട്ട് കുത്ത് എന്നിവയ്ക്ക് ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ ഉത്സവപ്പറമ്പുകൾ വെച്ചുള്ള അടി കൊട്ടേഷൻ വ്യവസ്ഥയിൽ ഉത്തരവാദിത്തത്തോടെ കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുന്നു. ഗുണ്ടബിനു കണ്ണങ്കര കോളനി തോന്നയ്ക്കൽ ഉത്സവം പ്രമാണിച്ച് നിങ്ങളുടെ സമീപത്തുള്ള പോലീസ് സ്റ്റേഷൻ വഴിയും കൊട്ടേഷനുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. പോലീസ് സേനയുടെ അച്ചടക്കം വളരെ പ്രധാനമാണ്. അച്ചടക്കത്തിന് നിരക്കാത്ത ഏതെങ്കിലും പ്രവൃത്തി ചെയ്താൽ അത് ഒരു ഘട്ടത്തിലും വെച്ച് പൊറുപ്പിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ പ്രത്യേകമായി ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും അച്ചടക്കത്തിന് നിരക്കാത്ത പ്രവൃത്തി കണ്ട് എനക്കും ഇങ്ങനെ ആയിക്കളയാം എന്ന് ആരും ധരിച്ചേക്കരുത്. അതിൻ്റെ ഫലം തിക്തമായിരിക്കും എന്നുകൂടി ഓർമ്മ വേണം. അങ്ങനെ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ പൊതുവേദിയിൽ വെച്ച് തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അല്ലാണ്ട് ആ പാവത്തിന് വേറെ വഴിയില്ലല്ലോ. ADGPക്കെതിരെ മാത്രമല്ലല്ലോ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അൻവറേട്ടൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതിലിനി പാവം എന്ത് മറുപടി പറയുന്നോ? ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഇത്രയും MLA ആയിട്ട് ഈ നിമിഷം വരെ എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് പാര വെക്കാനുള്ള ശ്രമം ഒരു മകൻ എന്ന നിലക്ക് അത് തടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ശരി, 2 ദിവസമായിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് ആഭ്യന്തര വകുപ്പിന്റെ തൊലി ഉരിച്ചിട്ട് പറയാ മുഖ്യമന്ത്രി എൻ്റെ അച്ഛനെ പോലെയാണെന്ന്. ഒരു സംശയം ചോദിക്കട്ടെ അൻവറേട്ടാ, നിങ്ങൾ ശരിക്കും ഇപ്പൊ ഭരണപക്ഷത്താണോ അതോ പ്രതിപക്ഷത്താണോ? ഇതൊക്കെ എന്ത്? ക്രമസമാധാന ചുമതല ഉണ്ടായിരുന്ന ഒരു ഏമാൻ കാരണം മുഖ്യമന്ത്രിയുടെ മൊത്തം സമാധാനം പോയിരിക്കുകയാണ്. ADGPക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു, SP-ക്ക് സസ്പെൻഷൻ കൊടുത്തു. ഇനി എന്തൊക്കെ ശുദ്ധികലശം നടത്തുമെന്നോ? എല്ലാം PV അൻവർ MLA-യുടെ ഒരു ഐശ്വര്യം. പുരയ്ക്ക് മീതെ ചാഞ്ഞാൽ പൊന്നു കായ്ക്കുന്ന മരമായാലും വെട്ടണം എന്നാണല്ലോ ചൊല്ല്. CM അത് ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.